നേരത്തെ രാഹുൽ നിയമസഭയിലേക്ക് വന്ന് നമ്മൾ കണ്ടതാണ്. ഒരു ദിവസം രാഹുൽ വന്നു, പിന്നീട് അവിടേക്ക് എത്തുകയുണ്ടായില്ല, അവിടെ സാന്നിധ്യം അറിയിക്കുന്നു. അതിനുശേഷം പിന്നീട് മണ്ഡലത്തിലേക്ക് വരുന്നു. ഇന്ന് ആദ്യ ദിവസമാണ്. അപ്പോൾ MLA ഓഫീസിൽ കൂടി എത്തിയിട്ട് ഇപ്പോൾ അവിടെ നിന്ന് മടങ്ങാനൊരു തയ്യാറെടുപ്പിൽ. അത് സ്ഥിരമായി മണ്ഡലത്തിൽ ഇനി പരിപാടികൾ കേന്ദ്രീകരിക്കാനുള്ള നീക്കം കൂടിയാണോ? എന്താണ് കരുതേണ്ടത് വിപിൻ? അതെ, മണ്ഡലത്തിൽ എത്തുന്നു. എന്താണ് പ്രവർത്തകരുടെ മണ്ഡലത്തിൽ നിന്നുള്ള ഒരു പൊതുവികാരം എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു സന്ദർശനം കൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളത് രാവിലെ മുതൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതിലിപ്പോൾ വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്നില്ല, അല്ലെങ്കിൽ വലിയൊരു പ്രതിഷേധം ഉണ്ടാകുന്നില്ല എന്നുള്ളത് രാഹുലിന്റെ ഇപ്പോൾ ഈ വൈകുന്നേരം ഇനി ഇവിടെ തുടരുമെന്നുള്ള ഒരു സൂചന കൂടി നൽകുമ്പോൾ കുറച്ചുകൂടി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ക്ലാരിറ്റി ആവുകയാണ്. ഇനിയും ഇവിടെ തന്നെ 2-3 ദിവസം കൂടി ഇവിടെ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു സൂചന തന്നെയാണ്. ഒപ്പം തന്നെ വിശദമായിട്ട് മാധ്യമങ്ങളോട് സംസാരിക്കാനുണ്ട് എന്നുള്ളതും പറയുന്നു. ഈ പ്രതിഷേധങ്ങളെ ഗൗനിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ നടക്കട്ടെ എന്നുള്ള ഒരു പിക്ചർ കൂടിയാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടുന്ന് മടങ്ങുകയാണ്. പാർട്ടി വിട്ട് വേറെ പാർട്ടി പൊതുവുകയാണ്. യെസ് ഉന്മേഷ്, ഇപ്പോൾ MLA ഓഫീസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മടങ്ങുകയാണ്. പക്ഷെ അത് എങ്ങോട്ടേക്കാണ് എന്നുള്ളതിൽ ഒരു കൃത്യത വരുത്തുന്നില്ല. അതിന് രാവിലെ മുതൽ തന്നെ അതിൽ എല്ലായിടത്തേക്ക് പോകുമ്പോഴും അതിലൊരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു. എങ്ങോട്ടേക്കാണ് അല്ലെങ്കിൽ എവിടെ നിർത്തും എന്നതിനെ സംബന്ധിച്ചിട്ടൊന്നും തന്നെ കൃത്യമായി പറയാതെയുള്ള ഒരു യാത്രയായിരുന്നു. ഓരോ പ്രവർത്തകന്റെ വീട്ടിലേക്ക് പോകുമ്പോഴും നമ്മൾ അത് കണ്ടതാണ്. ഇപ്പോഴിതാ ഈ പോകുന്നതും എങ്ങോട്ടേക്കാണ് എന്നുള്ളത് കൃത്യമായി വരുത്തിയിട്ടില്ല. പക്ഷേ ഇവിടെ താമസ സൗകര്യമുണ്ട്, ഫ്ളാറ്റുണ്ട്. ഒരുപക്ഷെ അങ്ങോട്ടേക്കായിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്. പക്ഷേ കോൺഗ്രസിനകത്ത് പൊതുവായി തന്നെ ഈ നിയമസഭയിൽ അദ്ദേഹം എത്തിയപ്പോൾ മുതൽ മണ്ഡലത്തിൽ കൂടി സജീവമാകേണ്ടതുണ്ട്. അങ്ങനെ മാറി നിൽക്കേണ്ട ഒരു കാര്യമില്ല. ഒന്നാമത്തെ പ്രധാനമായും ഒരു പരാതിയുമായിട്ടും ഇപ്പോൾ ഈ അന്വേഷണ കമ്മീഷന് മുൻപിൽ ഒരാളും എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഈ അന്വേഷണ ടീമിന്റെ മുൻപിൽ ഒരാളും തന്നെ പരാതിയുമായി എത്തിയിട്ടില്ല. മൂന്നാമത് പരാതി കൊടുത്താണെങ്കിൽ എങ്ങോട്ടേക്കും ആ പരാതികളുടെ ഒന്നും മുന്നോട്ട് പോകുന്നുമില്ല. ആ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ മണ്ഡലത്തിൽ നിന്ന് മാറി നിന്ന് വീട്ടിൽ തന്നെ ഒതുങ്ങുന്നത് ശരിയായിരിക്കില്ല. അത് കോൺഗ്രസിനെ ഇനി അടുത്ത തിരഞ്ഞെടുപ്പുകളിലൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിലേക്ക് എത്തുകയാണ് വേണ്ടത് എന്നുള്ളതായിരുന്നു ഒരു പൊതുവികാരമായിട്ടുണ്ടായിരുന്നത്. ചില നേതാക്കന്മാരൊക്കെ അതിന് പിന്തുണയുമായി രംഗത്തേക്ക് വരികയും ചെയ്തിട്ടുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടയുന്ന ഒരു നടപടിയും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതൊക്കെ കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എത്തിയതിനു ശേഷം അപ്രതീക്ഷിതമായിട്ട് പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഒരു പിന്തുണ അർപ്പിക്കുകയോ അല്ലെങ്കിൽ കാണുമ്പോൾ വലിയ രീതിയിൽ ശ്രമിക്കില്ലേ എന്നുള്ളതായിരുന്നു അതിനെ സാധാരണവൽക്കരിച്ചുകൊണ്ട് തന്നെ DCC അധ്യക്ഷൻ സംസാരിച്ചത്. അപ്പോൾ ഇപ്പോൾ അടുത്ത വീട്ടിലേക്ക് ഈ MLA ഓഫീസിന് തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് ഇപ്പോൾ കയറിയിരിക്കുകയാണ്. അങ്ങനെ പരിചയമുള്ള ആളുകളെ കാണുന്നു. ഒരു സാധാരണ ദിവസത്തിൽ ഒരു MLA എങ്ങനെയായിരിക്കും പെരുമാറുക, അതിനനുസരിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തുക, താനിവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് തോന്നിപ്പിക്കുന്ന വിധത്തിൽ തന്നെയാണ് രാഹുലിൻ്റെ ഓരോ പെരുമാറ്റവും. ഇന്ന് രാവിലെ മുതൽ ചെയ്യേണ്ട ഓരോ ഇവരുടെ പ്രവർത്തകരുടെ വീടുകളിലേക്ക് കയറുന്നു. ഇപ്പോഴിതാ തൊട്ടടുത്ത വീട്, ഇത് MLA ഓഫീസിനോട് തൊട്ടടുത്തുള്ള വീടാണ്. അവിടെ ഇറങ്ങി പരിചയക്കാരെ കാണുകയും ആ പരിചയം പുതുക്കിയതിനും ശേഷമാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തൊട്ടടുത്തുള്ള 2 വീടുകളിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് കയറുന്നത്. ശരി, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ MLA ഓഫീസിൽ എത്തിയതിനു ശേഷം മടങ്ങുകയാണ്. തൊട്ടടുത്ത വീടുകളിലേക്ക് രാഹുൽ എത്തിയിട്ടുണ്ട്. അവരുമായി സൗഹൃദം പങ്കിടുകയാണ്. അതിനുശേഷം രാഹുൽ ഇപ്പോൾ അവിടെ നിന്ന് മടങ്ങുമെന്ന് രാവിലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.